പേഴ്സൻറ്റേജ് അഥവാ ശതമാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ചില പ്രധാനപ്പെട്ട പേഴ്സൻറ്റേജുകൾക്ക് തുല്യമായ ഫ്രാക്ഷൻസ് ഓർത്തിരിക്കുന്നത് ഇത്തരം പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. 50% എന്ന് പറഞ്ഞാൽ 50/100 ആണല്ലോ. 50/100 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 50%ന് തുല്യമായ ഫ്രാക്ഷൻ ആണ് 1/2. അതുപോലെ 75%ന് തുല്യമായ ഫ്രാക്ഷൻ ആണ് 3/4. 25%ന് തുല്യമായ ഫ്രാക്ഷൻ ആണ് 1/4. 20%ന് തുല്യമായ ഫ്രാക്ഷൻ ആണ് 1/5. 40%ന് തുല്യമായ ഫ്രാക്ഷൻ ആണ് 2/5. 60%ന് തുല്യമായ ഫ്രാക്ഷൻ ആണ് 3/5. 80%ന് തുല്യമായ ഫ്രാക്ഷൻ ആണ് 4/5. 33 and 1/3%ന് തുല്യമായ ഫ്രാക്ഷൻ ആണ് 1/3. 12 and 1/2%ന് തുല്യമായ ഫ്രാക്ഷൻ ആണ് 1/8. അതുപോലെ 66 and 2/3%ന് തുല്യമായ ഫ്രാക്ഷൻ ആണ് 2/3. അപ്പോൾ ഈ പേഴ്സൻറ്റിനെല്ലാം തുല്യമായ ഫ്രാക്ഷൻസ് മനസ്സിൽ ഉറപ്പിക്കുന്നത് ഈ പേഴ്സൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാൻ ഏറെ സഹായകമാകും. ഓക്കെ, ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഡെസിമൽ നമ്പർ വിച്ച് ഈസ് ഈക്വൽ ടു 1/2% ഈസ്. 1/2% തുല്യമായ ദശാംശ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. 1/2% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഡിവൈഡ് ബൈ 100 ആണ്. ഇതിലെ 1/2 എന്ന് പറഞ്ഞാൽ 1/2ന് തുല്യമായ ഡെസിമൽ നമ്പർ ഏതാണ്? 0.5 ആണ്. അപ്പോൾ 1/2 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 0.5 ഡിവൈഡ് ബൈ 100 ആണ്. ഒരു ഡെസിമൽ നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് 2 സ്ഥാനം ഇടത്തോട്ട് മാറും. അപ്പോൾ ഇതിന്റെ ഉത്തരം എത്രയാണ്? 0.005. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 0.005 ആണ്. ഓക്കെ, വാട്ട് പേഴ്സെന്റ് ഓഫ് 3 meter ഈസ് 75 centimeter? 3 മീറ്ററിന്റെ എത്ര ശതമാനമാണ് 75 centimeter? 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 300 സെന്റിമീറ്റർ ആണ് ഇല്ലേ? അപ്പൊ 300ൽ 75 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതായത് 300ൽ 75 എന്ന് പറയുന്നത് എത്ര ശതമാനം? എന്ത് ചെയ്യണം? ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും? 100ൽ 2 സീറോയും 300ൽ 2 സീറോയും ക്യാൻസൽ ആയി പോവല്ലോ. ബാക്കി എത്ര വരിക? 75 ഡിവൈഡ് ബൈ 3 എന്ന് വരും. 75 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25%. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 25% ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 33 and 1/3% ഓഫ് 33 and 1/3. അതായത് 33 മൂന്നിലൊന്നിന്റെ 33 മൂന്നിലൊന്ന് ശതമാനം എത്ര? 33 and 1/3% എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പോൾ 33 and 1/3% ഓഫ് 33 and 1/3 എന്ന് പറഞ്ഞാലോ 1/3 into 33 and 1/3 ആണ് ഇല്ലേ? That is 1/3 into 33 and 1/3 എന്ന് പറഞ്ഞാൽ ആ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിക്കേ. അപ്പോൾ എത്ര കിട്ടും? 100/3 എന്ന് കിട്ടും ഇല്ലേ? അപ്പോൾ 1/3 into 100/3 that is 100/9 ഇല്ലേ? ഈ 100/9 വീണ്ടും മിക്സഡ് ഫ്രാക്ഷൻ ആക്കിക്കേ. 100ൽ എത്ര 9 ഉണ്ട്? 11 9 ഇല്ലേ? 11 9 is equal to 99 remainder 1. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 11 and 1/9 എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 11 and 1/9 ആണ്. ഓക്കെ, a tank is filled up to 40% of its capacity. When 300 liters of water added, it became 50%. What is the capacity of the tank? ഒരു ടാങ്കിൽ 40% വെള്ളമുണ്ട്. 300 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 50%മായി. എങ്കിൽ ടാങ്കിൽ ആകെ എത്ര വെള്ളം കൊള്ളും? ഇത് മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇല്ലേ? 40%ത്തിൽ നിന്നും 50%ആകാൻ 300 ലിറ്റർ വെള്ളം വേണ്ടി വന്നു ഇല്ലേ? അപ്പോൾ 40%ത്തിൽ നിന്ന് 50% എന്ന് പറഞ്ഞാൽ ശതമാനത്തിന്റെ വ്യത്യാസം എത്രയാണ്? 10% എന്ന് പറയുന്നതാണ് അപ്പോൾ 300 ലിറ്റർ എന്നത് ഇല്ലേ? അതായത് 10% ഓഫ് ടോട്ടൽ കപ്പാസിറ്റി ആണ് 300 ലിറ്റർ. ആകെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% ആണല്ലോ. അതിലെ 10% 300 ലിറ്റർ ആണ് അല്ലേ? അപ്പൊ 100ന്റെ 10-1 300 ആണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3000 ആയിരിക്കും അല്ലേ? ഇത് നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാമെന്ന് നോക്കിക്കേ. ഇത് മനസ്സിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലും ചെയ്യാൻ നോക്കിക്കേ. അതായത് 10% എന്ന് പറഞ്ഞാൽ 10/100 ആണല്ലോ. അപ്പോൾ 10/100 ഇൻറ്റു ടോട്ടൽ
എന്ന് പറയുന്നതാണ് എത്ര 300 ലിറ്റർ. അപ്പോൾ ഇതിൽ നിന്നും ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാം? 300 ഡിവൈഡ് ബൈ 10/100 ആണല്ലോ. ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 300 ഇൻറ്റു 100/10. ഒരു സീറോയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 300 ഇൻറ്റു 10 3000 ലിറ്റർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3000 ലിറ്റർ ആണ്. ഓക്കെ.